ഇന്ന് കൂർഗിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഇവിടെ നിന്നും അങ്ങോട്ട് ദൂരം കുറവാണ്. ഞാൻ നേരത്തെയും പോയിട്ടുണ്ട് അവിടെ. ഇന്ന് കൂർഗിലുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ് പോകുന്നത്. മുൻപ് അവിടെ പോയപ്പോൾ ചെന്ന ദിവസം മുതൽ എനിക്ക് തലയ്ക്കാണോ പല്ലിനാണോ അതോ ചെവിക്കാണോ എന്നറിയാൻ പറ്റത്തില്ലാത്തത്ര വേദനയായിരുന്നു. ആ വേദനകൾക്ക് ആശ്വാസം കിട്ടിയത് ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ എത്തിയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ കൂടി അവിടെ പോകണമെന്ന് എനിക്ക് തോന്നി. ഈ മൊണാസ്ട്രിയുടെ പേര് നാംഡ്രോളിംഗ് മൊണാസ്ട്രി എന്നാണ്. പിന്നെ ഗൂഗിൾ മാപ്പ് നന്നായി പണി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ തവണ അത് വഴി തെറ്റിച്ചു കേട്ടോ. ഇടയ്ക്കാണെങ്കിൽ വഴി തെറ്റിച്ചിട്ട് വേറൊരു റോഡിൽ കൊണ്ട് ഇറക്കി അവിടുന്ന് യൂ ടേൺ എടുത്ത് എവിടെ നിന്നാണോ വന്നത് അവിടെ കൊണ്ട് വീണ്ടും എത്തിക്കുക. ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ആയിരുന്നു കുറേ നേരത്തേക്ക്. അങ്ങനെ നമ്മൾ മൊണാസ്ട്രിയിൽ എത്തിച്ചേർന്നു. ഇവിടെ ഒരു വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് മൊണാസ്ട്രി ഉള്ളത്. ഇത് ടെമ്പിളിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ടിബറ്റൻ ഫുഡ് കിട്ടുന്ന കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ ടെമ്പിൾ. ഇതുപോലെ ഒന്ന് രണ്ട് ടെമ്പിൾ ഇവിടെയുണ്ട്. ഒരു ടെമ്പിളിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇത് കാണാൻ ഭംഗിയുണ്ട്. 3 സ്റ്റാച്ചു ആണ് ഈ ടെമ്പിളിനകത്തുള്ളത്. അതിനകത്ത് ഒരു സ്റ്റാച്ചു ആംഗ്രിയാണ്. ആംഗ്രി മോഡിലാണ് ഇരിക്കുന്നത്. ബാക്കി രണ്ടെണ്ണം ശാന്തമായിട്ട്. പിന്നെ ഇതിനകം കാണാൻ നല്ല ഭംഗിയാണ്. കുറേ ചിത്രങ്ങൾ ഇതിനകത്തുണ്ട്. ആ ചിത്രങ്ങളിൽ അധികവും നീല, പച്ച, ചുവപ്പ് ഈ കളറുകളാണ് കൂടുതലും കാണാൻ. നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൂടുതലും എത്തുന്നത് കേരളത്തിൽ നിന്നുള്ള സ്കൂൾ ടൂറുകാരാണ്. ഞാൻ നിന്ന സമയത്ത് തന്നെ ഒരു 4 5 ടൂർ സംഘം ഇവിടെ വന്നു പോയിട്ടുണ്ട്. സ്റ്റാച്യുവിൻ്റെ താഴെ ഭാഗത്തായി 3 ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഫോട്ടോ ദലൈലാമയുടെ ആണെന്ന് മനസ്സിലായി. ബാക്കി രണ്ടെണ്ണം എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഞാനൊരു ചിത്രം കണ്ടേ. ആ ചിത്രത്തിൽ ഒരാൾ ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പിടിച്ച് നിൽക്കുന്നു. അത് നാരദനെ പോലെ, പുരാണത്തിലെ നാരദനെ പോലെ, അങ്ങനത്തെ നമ്മൾ സീരിയലിനകത്തൊക്കെ കാണിക്കില്ലേ, അങ്ങനെ ഒരു രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ്. അപ്പം ഇത് ഹിന്ദു റിലീജിയനുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. കൃഷ്ണനും നാരദനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ പോലെ തോന്നി. പിന്നെ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. കൂടുതലും വിൽക്കുന്നത് ടിബറ്റൻ ഇൻഫ്ലുവൻസ്ഡായിട്ടുള്ള ഫാൻസി ഐറ്റംസ് ആണ്. പിന്നെ അല്ലാതെ സാധാരണ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും കാണുന്നതിനെക്കൂട്ടും ഉണ്ട്. പിന്നെ ഇവിടെയല്ല, ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിൻ്റെ അടിയിലായിട്ട് അതിനടിയിലായിട്ട് ഒരു ഫ്ലോർ നിറയെ ബാഗുകളും ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ മെയിൻലി അതായത് അവിടെ ടിബറ്റൻ ആൾക്കാർ ഉപയോഗിക്കുന്ന കൂട്ടുള്ള ഡ്രസ്സുകളുമാണ് അവിടെ വിൽക്കുന്നത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ നിന്നൊരു ഡ്രസ്സ് വാങ്ങിച്ചു. അവരുടെ രീതിയിലുള്ള ഡ്രസ്സുകളാട്ടോ. അല്ലാതെ നമ്മളിപ്പം നമ്മുടെ രീതിയിലൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ കിട്ടത്തില്ല. അവരുടെ ട്രഡീഷണലായിട്ട് അവർ യൂസ് ചെയ്യുന്ന കുറേ ഡ്രസ്സുകളും ബാഗുകൾ കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെയാണ് അവിടെ കൂടുതൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. എൻട്രി ഗേറ്റിനടുത്തായി ഒരു ടിബറ്റൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. നേരത്തെ വന്നപ്പോൾ അവിടുന്ന് ഒരു പീച്ച് ഐസ് ടീ കഴിച്ചായിരുന്നു. അതിൽ പഞ്ചസാര ലായനിയിലൊക്കെ ഇട്ട പീച്ച് കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. അത്രയും ടേസ്റ്റുള്ള ഒരു ഐസ് ടീ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അത് ഓർഡർ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഇല്ല, അതിൻ്റെ സീസൺ അല്ലെന്ന് തോന്നുന്നു. പകരം ഒരു ഓറഞ്ച് ഐസ് ടീയും പിന്നെ കരിക്കിൻ വെള്ളത്തിൽ കോഫി ഒഴിച്ച ഒരു ഡ്രിങ്കുമാണ് ഓർഡർ ചെയ്തത്. കരിക്കിൻ വെള്ളത്തിൽ കോഫി ഒഴിച്ച ഈ ഡ്രിങ്ക് ഭയങ്കര പരാജയമായിരുന്നു. പിന്നെ ഞാനൊരു ഗോബി മഞ്ചൂരിയൻ കൂടി ഓർഡർ ചെയ്തു. പക്ഷേ അത് ഇങ്ങനെ ചാറൊക്കെ ഉള്ളൊരു ഗോബി മഞ്ചൂരിയൻ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാറുള്ള ഗോബി മഞ്ചൂരിയൻ കാണുന്നത്. പിന്നെ ഇതൊട്ടും സ്പൈസി ഒന്നും അല്ല കേട്ടോ. ഫ്രൈഡ് റൈസും മോമോസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ ഈ കോമ്പൗണ്ടിനകത്ത്.